വൻ വിജയമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മാമാങ്കം നമ്മൾ കണ്ടു. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. അതിൻ്റെ മാധ്യമങ്ങൾ അതിൻ്റെ വിവരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ, പടങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് AI സൃഷ്ടിയാണ് എന്നാണ് അന്ന് നമ്മുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ താത്വിക ആചാര്യനായിട്ടുള്ള സഖാവ് വി ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ അന്ന് തന്നെ ആക്ഷേപം ഉന്നയിച്ചാണ് പ്രതിപക്ഷമൊക്കെ പറഞ്ഞതാണ്, ഇത് സർക്കാരിന് വലിയ ബാധ്യത ഉണ്ടാക്കാനുള്ളതാണ്, ദേവസ്വം ബോർഡിന് ഇതിൻ്റെ കയ്യിൽ നിന്ന് പണമെടുത്തത് ചെയ്യാൻ പോവാണ്, അവിടുന്ന് ഒരു പണം എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല, സർക്കാരിന് 5 പൈസയുടെ നഷ്ടം വരത്തില്ല, ഇതൊക്കെ സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ ആണെന്നുള്ള വ്യാജേന ഇതങ്ങോട്ട് തുടങ്ങി, വലിയ പരിപാടികളായിട്ട് അങ്ങോട്ട് തുടങ്ങി. അത് വലിയ വലിയ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് നടത്തി, വെള്ളാപ്പള്ളിയൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സുകുമാരൻ നായരുടെ ആശീർവാദമൊക്കെ ഉണ്ടായിരുന്നു, അവിടുന്നൊക്കെ ആളുകൾ വന്നു. ഇതിങ്ങനെ നടത്തി കഴിഞ്ഞ് അപ്പോൾ അതിനകത്ത് വളരെ കുറച്ച് ആളുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. കാരണം ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് വിശ്വാസികൾക്ക് വലിയ സംശയമുണ്ട്, ഉണ്ടായിരുന്നു അന്നും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ കണക്ക് വെളിയിലോട്ട് വന്നു. അതാണൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. കണക്ക് വെളി വരാൻ കാരണം ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വർണ്ണക്കൊള്ള അതിനെ അന്വേഷിക്കാനായിട്ട് വെച്ച SITയോട് ഈ കാലത്തൊക്കെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആൾ, PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ഈ സംഗമം നടത്തുന്നത്. അതിൽ വളരെ ഉശിരോടുകൂടി വാശിയോടുകൂടിയൊക്കെ പ്രശാന്ത് പങ്കെടുക്കുന്നതും അതിങ്ങനെ വലിയ തലയുയർത്തി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആളിൻ്റെ അഡ്രസ് പോലും ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇത് അന്ന് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ആൾ കുറഞ്ഞതും അതിൻ്റെ ശോഭ കെടുത്തിയതും എന്താണെന്നുള്ളതിനെ കുറിച്ച് പിന്നെ CPMൻ്റെ തന്നെ ഒരു പ്രഖ്യാപനം വന്നു. അത് ഈ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയി സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് ഒരാരോപണം വന്നു. അത് മനഃപൂർവ്വം ഇതിൻ്റെ ശോഭ കെടുത്താനായിരുന്നു. എന്തുവാ ശോഭയെന്ന് നമ്മളാരും കണ്ടില്ല, ശോഭ കെടുത്താനായിരുന്നു എന്ന് വന്നു. അപ്പോൾ SIT ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. അത് ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കോടതി ഹാജരാക്കി. അപ്പോൾ ഇന്നലെ കോടതി ഹാജരാക്കിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിലുള്ള ഈ മാമാങ്കത്തിന് നടത്തിയതിൽ ദേവസ്വം ബോർഡിൻ്റെ 3,40,00,000 രൂപ എടുത്ത് പെരുമാറിയിട്ടുണ്ടെന്നുള്ളതാണ്. നഷ്ടം, അത്രയും നഷ്ടം വന്നു. അതായത് ചിലവായി പോയി, അങ്ങനെ പോയിട്ടുണ്ട്. 3,40,00,000 രൂപ സർക്കാരിൻ്റെ പണമാണ്, വിശ്വാസികളുടെ പണമാണ്. ഇപ്പോൾ സർക്കാരിന് ഒരു നഷ്ടവും വരുന്നില്ല എന്ന് ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തവരാണ് നമ്മുടെ സർക്കാർ. കാരണം ഇങ്ങനെ നഷ്ടം വരാൻ പോകുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡിൻ്റെ പൈസ എടുത്ത് ഇത് ചെയ്യരുതെന്ന്. അപ്പോൾ അതിന് ദേവസ്വം ബോർഡിൽ നിന്ന് ഫണ്ട് അങ്ങോട്ട് അലോട്ട് ചെയ്യാതെ വേറെ പണി ചെയ്തു. ദേവസ്വത്തിൻ്റെ സർപ്ലസ് ഫണ്ടുണ്ട്, അതിൽ നിന്ന് കടം കൊടുക്കുക, തൽക്കാലം ലോൺ. അങ്ങനെ ആണ് 3,40,00,000 രൂപ എടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം സ്പോൺസർഷിപ്പിലൂടെ ഇപ്പോൾ തിരിച്ചു കിട്ടും. കിട്ടുന്ന ഉടനെ ഈ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്ത ഈ ലോൺ അത് നമുക്ക് തിരിച്ചു കിട്ടും, എല്ലാം റെഡി. പക്ഷേ അവസാനം സർപ്ലസ് ഫണ്ടും ഇല്ല, സ്പോൺസർഷിപ്പും ഇല്ല, ഒന്നുമില്ലാതായി. ഈ 3,40,00,000 രൂപ സ്വാഹ, നഷ്ടം. ഇത് ഏറ്റവും വലിയ അഴിമതിയല്ലേ? ഈ പണം ആര് കൊടുക്കും? ഈ 3,40,00,000 രൂപ ഈ ദേവസ്വം ബോർഡിന് നഷ്ടം വന്ന ഈ പണം, അത് വിശ്വാസികളുടെ പണമാണ്. ഇതാര് കൊടുക്കും ഈ പണം? സർക്കാരിന് കൊടുക്കാൻ പറ്റുമോ? സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജനങ്ങളുടെ നികുതി പണം എടുത്തു കൊടുക്കണം. അങ്ങനല്ല ഇത് ചെയ്യേണ്ടത്. ഇത് ശ്രീ പിണറായി വിജയൻ, അതുപോലെ തന്നെ ഇത് നടത്തിയ ബാക്കി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇത് നടത്തിയ ആളുകൾ, അവരെല്ലാം കൂടെ കയ്യിൽ നിന്ന് കൊടുക്കണം ഈ പണം. അപ്പം ഇത് അല്ലാതെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് കൊടുക്കാൻ പാടില്ല. ഇവർക്കൊക്കെ കൂടെ തിന്നാനും ഈ ഇഷ്ടം പോലെ കൊണ്ടു നടക്കാനും ഒക്കെ ഉള്ള ചിലവാക്കിയ പണമാണിത്. അതാ ഞാൻ പറഞ്ഞ ചിലവായിലേക്ക് പോയെന്ന്. അങ്ങനെ ചിലവായി പോയ പണമാണിത്. ആ പണം ജനങ്ങളുടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, എടുക്കരുത്, അത് ശരിയല്ല. ഇത് നടത്തിയ ആളുകൾ തന്നെ അവർ റീംബേഴ്സ് ചെയ്തോണം, ദേവസ്വം ബോർഡിന് കൊടുക്കണം. അതാ വേണ്ടത്. അപ്പോൾ ഇത് വലിയ വൺ വിജയമാണെന്ന് കൊട്ടിക്കൊഴിച്ചല്ലോ. ഇത് യഥാർത്ഥത്തിൽ കൊട്ടിക്കൊഴിച്ച ആളുകൾ ഈ നമ്മളെ CPM ഉൾപ്പെടെ ആ രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ ബാക്കി ഇതിൻ്റെ പുറയിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർ മുൻപന്തിയിൽ നിന്നവർ, അവരെല്ലാം കൂടെ ചേർന്ന് ഈ പണം കൊടുക്കണം ദേവസ്വം ബോർഡിന്. അത് ഹൈക്കോടതിയുടെ ഉത്തരവിന് എന്ത് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് സർക്കാരിനൊരു ബാധ്യത, അതായത് ജനങ്ങൾക്കൊരു ബാധ്യതയാകരുത്. ഈ പണം ഇതുപോലെ നശിപ്പിച്ചതാണ്, ഒരു കാര്യവുമില്ലാതെ ചെയ്തതാണ്. എന്നിട്ട് അത് സ്വർണ്ണക്കൊള്ള, അതിനെക്കുറിച്ച് ആദ്യം ഈ വാർത്ത കള്ളമാണ് എന്നും പറഞ്ഞ് ആദ്യം ഒരു പ്രഖ്യാപനം വന്നു. ഇത് ഏഷ്യാനെറ്റാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് മനഃപൂർവ്വം ചെയ്തതാണ്. കാര്യം ഇതിൻ്റെ ശോഭ കെടുത്താനായിരുന്നു എന്ന് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ശോഭയല്ല, ഒരു ശോഭയില്ല ഇതിന്, അത് കെടുത്താനൊന്നുമില്ല. ഇതെല്ലാം മോഷിച്ചുകൊണ്ട് പോയിട്ട് അവസാനം പറയുന്നത് അതിൻ്റെ ശോഭ കെടുത്താനായിരുന്നെന്ന്. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണല്ലോ ഇതിൻ്റെ സീരിയസ്നെസ് അങ്ങോട്ട് മനസ്സിലായി മാർക്സിസ്റ്റുകാർ ഉൾപ്പെടെ അങ്ങ് അകത്തായത്. അപ്പോൾ അത് SIT ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായിട്ട് ജാമ്യം SIT അന്വേഷിക്കുന്ന, അതിൽ ശരി തന്നെ പോലീസുകാർ ഗവൺമെൻറ് കീഴിലാണല്ലോ ഉള്ളത്, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ളവരാണല്ലോ അവർ. ഇപ്പോൾ ഏതായാലും ഇത് ഈ ചാർജ് ഒന്നും കൊടുക്കാതെ ഓരോരുത്തർ സ്വാഭാവിക ജാമ്യത്തിലേക്ക് ഇറങ്ങിപ്പോകാം. മിക്കവാറും ഇന്നിപ്പം വാസു ഇറങ്ങും, വേറെ കുറേ പേരെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് പത്മകുമാറിൻ്റെ ഊഴമാണ്, പത്മകുമാർ ഇറങ്ങും. അതുപോലെ പിന്നെ വിജയകുമാർ, അവരെല്ലാം ഇറങ്ങും. ഇതുപോലെ ശങ്കർദാസ്, ഇവർക്കൊക്കെ ഇനി സ്വാഭാവിക ജാമ്യം ഇങ്ങനെ കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. അത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏതായാലും ഈ അന്വേഷണം കൂടെ SITയുടെ പരിധിയിൽ വരുന്നു എന്നുള്ളത് ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. ഈ 3,40,00,000 രൂപയുടെ ഈ അനാവശ്യമായി ദേവസ്വം ബോർഡിനുണ്ടാക്കിയ നഷ്ടം, ആഗോള അയ്യപ്പ സംഗമം, അതും കൂടെ വരുന്നു എന്ന് മനസ്സിലാവുന്നു. അന്വേഷണത്തിൻ്റെ പരിധിയിൽ നല്ല കാര്യമാണ്. അതും അന്വേഷിച്ച് അതിൻ്റെ പുറകിലുള്ള കള്ളന്മാരെല്ലാം പിടിക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്യണം. ഏതായാലും ആ അന്വേഷണം സ്വാഗതാർഹമാണ്.